ഇന്നലെയാണ് ഇറാൻ ഒരു സിംഗപ്പൂർ ഫ്ലാഗുള്ള ഒരു കപ്പൽ ആക്രമിച്ചത്. ഇറാൻ ഒരുക്കിയ സുരക്ഷിത പാതയിലൂടെ അല്ലാതെ സഞ്ചരിച്ച കപ്പലിനെയാണ് ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ ഇറാന്റെ അവകാശവാദം. തങ്ങൾ ഒരുക്കിയ സുരക്ഷിത പാതയിലൂടെ ഇതിനകം തന്നെ നൂറുകണക്കിന് കപ്പലുകൾ ഹോർമസിലൂടെ കടന്നുപോയി എന്ന് ഇറാൻ പറയുന്നു. അങ്ങനെ അല്ലാത്ത കപ്പലുകളെ ആക്രമിക്കും എന്ന മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരുന്നു. തുടർന്നാണ് ഈ ആക്രമണം സംഭവിക്കുകയും ചെയ്തത്. ഇതിന് അതിശക്തമായ തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്നലെ വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങൾ എന്താണ് തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കാത്തിരുന്നു കാണൂ എന്നായിരുന്നു ട്രംപിൻ്റെ മറുപടിയെങ്കിൽ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുകയാണ്. സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണമുണ്ട്, മിസൈൽ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണമുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘനമാണ് ഈ ആക്രമണം എന്ന് ഇറാൻ പറഞ്ഞ പശ്ചാത്തലം കൂടിയുണ്ട്. മേഖലയിലെ US കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി മറുപടി ആക്രമണം നടത്തിയതായും IRGC ഇപ്പോൾ പറയുന്നുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇതിപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇറാന്റെ ഭാഗത്തേക്കുള്ള ആക്രമണത്തിന് നാശനഷ്ടങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ ആദ്യം ഒന്ന് പങ്കുവെക്കാം. ഇപ്പോൾ ഇറാനിൽ ആക്രമണം നടന്നതായിട്ട് ഇറാന്റെ ഔദ്യോഗിക സേനാ വിഭാഗമായിട്ടുള്ള IRGC തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണങ്ങളുടെ തോത് അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ എത്രമാത്രമാണെന്ന് നമുക്ക് നിലവിൽ വ്യക്തമായിട്ടില്ല. ഇറാനിലുള്ള മിസൈൽ അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടന്നത്. ഡ്രോൺ നിർമ്മാണശാലകളിലേക്കും ഈ ആക്രമണം നടന്നതായിട്ട് നമുക്കിപ്പോൾ വിവരമുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ദിവസം മുൻപേ, കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ മെനഞ്ഞാന്ന് വൈകിട്ടാണ് ഇത്തരത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന ഒരു ചരക്ക് കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയത്. ഒരു സിംഗപ്പൂർ പതാകയുള്ള കപ്പലിന് നേരെയായിരുന്നു ആക്രമണം. നിരവധി രാജ്യങ്ങൾ ഇത് ശക്തമായി അപലപിച്ചിരുന്നു. US ഇതിനെ ശക്തമായിട്ടുള്ള ഭാഷയിലാണ് ഇതിനെതിരെ പല നേതാക്കളും സംസാരിച്ചത്. JD വാൻസ് ഇക്കാര്യത്തെ പറ്റി പ്രതികരിച്ചത് ആക്രമണത്തെ ആക്രമണം കൊണ്ട് തന്നെ നേരിടും എന്നാണ്. ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഇറാൻ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ്. എന്തായാലും ആ ഭീഷണികൾ ഇപ്പോൾ അർത്ഥം കണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാൻ ഇതിൽ 2 കൂട്ടരും, അതായത് അമേരിക്കയും ഇറാനും 2 കൂട്ടരും പരസ്പരം പറയുന്നത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനം നടത്തി എന്നാണ്. ഇറാൻ പറയുന്നു അമേരിക്കയാണ് വെടിനിർത്തൽ കരാറിന്റെ ലംഘനം നടത്തിയതെന്ന്. അമേരിക്ക ഇറാൻ ഈ ഒരു കരാറിന്റെ ലംഘനം നടത്തി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ആക്രമിച്ചതിന് ഇറാൻ ഒരു ന്യായീകരണമായി പറയുന്നത് ഈ കപ്പൽ ഇറാൻ നിർദ്ദേശിച്ച പാതയിലൂടെയല്ല യാത്ര ചെയ്തത്, അതുകൊണ്ട് ഒരു സുരക്ഷാ മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ഇറാൻ ആക്രമണം നടത്തിയത് എന്നതാണ്. ഇതിലൂടെ ഇറാൻ വ്യക്തമാക്കുന്ന കൃത്യമായ ഒരു നയമുണ്ട്. അതായത് ഹോർമുസ് കടലിടുക്ക് ഒരു സ്വതന്ത്ര ജലപാതയായി വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറല്ല. അവിടെ ഇറാൻ നിഷ്കർഷിക്കുന്ന പാതകളിലൂടെ മാത്രമേ മറ്റ് രാജ്യങ്ങൾ യാത്ര ചെയ്യാവൂ. ഇറാന്റെ കൃത്യമായിട്ടുള്ള സ്വാധീനം മേഖലയിൽ വേണം എന്ന് തന്നെ ഈ ആക്രമണത്തിലൂടെ അജയ്, ഈ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകളിൽ ഒന്ന് ഹോർമുസ് അതൊരു സ്വതന്ത്ര പാതയാക്കണം എന്നുള്ളതാണ്. അവിടെ ആർക്കും നിയന്ത്രണം പാടില്ല. ഏതു കപ്പലിനും സുഗമമായി പാത കടന്നു പോകാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ്. അവിടെയാണ് ഒരു സുരക്ഷിത പാതയായി ഇറാൻ രംഗത്ത് വരികയും തുടർന്ന് ആ പാതയിലൂടെ ഇതിനകം തന്നെ നൂറുകണക്കിന് കപ്പലുകൾ കടന്നു പോവുകയും ചെയ്തു, ഇന്ത്യയുടെ അടക്കം. വീണ്ടും ഹോർമുസിൽ പിടിമുറുക്കാനുള്ള ഇറാന്റെ നിലപാട്, നീക്കമാണോ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമെന്ന് കരുതാമോ? രഞ്ജിത്ത്, ഇതിൽ ഈ ധാരണാപത്രത്തിൽ തന്നെ ഒരു വിമർശനം വരുന്നത് ഈ ഒരു പോയിന്റിലാണ്. കാരണം അമേരിക്ക ഇറാനുമായിട്ട് ഒപ്പിട്ട ഈ ധാരണാപത്രത്തിൽ വളരെ വീക്കായിട്ടുള്ള, അമേരിക്കയ്ക്ക് പരാജയം നേരിട്ടു എന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയങ്ങളിലൊന്ന് ഈ ഹോർമുസിന്റെ കാര്യം തന്നെയാണ്. കാരണം ഈ 14 നിർദ്ദേശങ്ങളിൽ ഒരു നിർദ്ദേശമായി പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഇറാനും ഒമാനും കൂടി നിയന്ത്രിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ഒരു വെടിനിർത്തൽ കാലയളവ് 60 ദിവസത്തേക്ക് മേഖലയിലൂടെ യുള്ള യാത്ര സ്വതന്ത്രവും സൗജന്യവുമായിരിക്കും എന്ന് ഇറാൻ ഉറപ്പു നൽകുന്നു എന്നാണ് കരാറിൽ പറഞ്ഞിട്ടുള്ളത്. 60 ദിവസത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നതിനെ പറ്റിയിട്ട് ഈ കരാറിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടില്ല. അതുപോലെ ഇറാനും ഒമാനും സംയുക്തമായി ഇവിടെയുള്ള സുരക്ഷാ സാഹചര്യം തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ഇറാന്റെ ഇഷ്ടപ്രകാരം മേഖലയിലൂടെയുള്ള ഒരു സാഹചര്യം മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇറാൻ ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. കരാറിലുള്ള ഈ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ നിയന്ത്രണം
നിയന്ത്രണം കടുപ്പിക്കുക, കപ്പലുകളെ തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരിക, ഇറാൻ നിർദ്ദേശിക്കുന്ന പാതയിലൂടെ മേഖലയിലുള്ള കപ്പലുകളെ യാത്ര ചെയ്യിക്കുക, ഇതുവഴി അന്താരാഷ്ട്ര എണ്ണവിലയെ തന്നെ നിയന്ത്രിക്കുക, ഇതെല്ലാമാണ് ഇറാന്റെ ലക്ഷ്യമെന്ന് നമുക്ക് ഇവിടെ കാണാനാകും. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് സിംഗപ്പൂർ കപ്പലിന് നേരെ ആക്രമണം നടത്തി ഹോർമുസിൽ ഇറാൻ തങ്ങളുടെ പിടിമുറുക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അമേരിക്ക ഇവിടെ ലക്ഷ്യമിടുന്നത് ഹോർമുസ് കടലിടുക്കിന്റെ ആ ഒരു സുരക്ഷ, അമേരിക്ക ലോകത്തിന് വാഗ്ദാനം ചെയ്ത ആ സുരക്ഷ അത് തിരിച്ചു കൊണ്ടുവരിക, ഇറാന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുക, ഇതാണ് അമേരിക്ക ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. എന്തായാലും നമുക്കിപ്പോൾ പുതിയ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു കാര്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ പുതിയൊരു ആശയവിനിമയത്തിന്റെ ചാനൽ വന്നിട്ടുണ്ട്. ഇതിനു മുൻപേ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥർ വഴിയായിരുന്നു ചർച്ച നടത്തിയിരുന്നത്. ഇപ്പോൾ നേരിട്ടുള്ള ചർച്ചകൾക്ക് കൂടി ഒരു ചാനൽ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഇരു രാജ്യങ്ങൾക്ക് നേരിട്ട് തന്നെ ചർച്ച നടത്താൻ സാധിക്കും. എന്തായാലും ഇനി അടുത്ത ഘട്ട ചർച്ച ഇനി വരാനിരിക്കുന്ന ആഴ്ചയിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ളൊരു ഡേറ്റും വെന്യൂവും പാകിസ്ഥാൻ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ചർച്ചയിലൂടെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു സംഘർഷ സാഹചര്യത്തിന് പരിഹാരമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടി നൽകിയതായിട്ട് IRGC നിലവിലൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ആക്രമണങ്ങളൊന്നും US മേഖലയിലുള്ള മറ്റ് രാജ്യങ്ങളോ സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ. ഈ സമാധാന ചർച്ചകളുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അജയ്? ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ തട്ടി ഈ ചർച്ചകൾ വഴിമുട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി വരികയാണ്. കാരണം നേരത്തെ പരസ്പരം ആക്രമണം നടത്തുകയില്ല എന്നായിരുന്നു അമേരിക്കയും ഇറാനും ഈ ചർച്ചകളുടെ ഭാഗമായുള്ള കരാറിൽ പറഞ്ഞിരുന്നത്. പക്ഷേ മറുവശത്ത് ഇവർ പരസ്പരം ആക്രമിക്കുന്നു. ഇസ്രായേൽ ലബനിൽ ആക്രമണം തുടരുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ ഒരു വഴി തെളിഞ്ഞപ്പോൾ അതിപ്പോൾ പൂർണ്ണമായും ഇല്ലാതായി എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ലബനൻ്റെയും നേതൃത്വത്തിൽ ഒരു ധാരണാപത്രം നിലവിൽ വന്നിട്ടുണ്ട്. അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഒരു ധാരണാപത്രം നിലവിൽ ഒപ്പിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിലുള്ള വ്യവസ്ഥകൾ ലബനിലുള്ള ജനതയ്ക്ക് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ഹിസ്ബുള്ള രംഗത്ത് വന്നിട്ടുണ്ട്. എപ്പോഴും ഇതാണ് പ്രശ്നം. അമേരിക്ക മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളുടെയും ഔദ്യോഗിക നേതാക്കൾ വഴി എന്തെങ്കിലും കരാറുണ്ടാക്കുമ്പോൾ ഹിസ്ബുള്ള അവിടെ ഒരു പ്രശ്നവുമായി വരാറുണ്ട്. ഇപ്പോഴും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. എന്തായാലും അതിൻ്റെ ഭാവി എന്താകുമെന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. മേഖലയിൽ ഇപ്പോഴും കടുത്ത ഇസ്രായേൽ സ്വാധീനമുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ പറയുന്നത് അമേരിക്ക എന്തു തന്നെ പറഞ്ഞാലും മേഖലയിലുള്ള ഇസ്രായേലിൻ്റെ സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇറാൻ്റെയും അമേരിക്കയുടെയും കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോഴൊരു സംഘർഷ സാഹചര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപേ ഇതിനേക്കാളും വലിയ തരത്തിൽ ഇപ്പോൾ പശ്ചിമേഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്തി നമ്മൾ സ്ഥിതിഗതികൾ കൈവിട്ടു പോകുമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഒരു സമാധാന കരാർ നിലവിൽ ഇപ്പോൾ അതിൻ്റെ ചർച്ചകളെല്ലാം വീണ്ടും നടക്കുകയും ഒരു ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തത്. ഇപ്പോഴും ഒരു സംഘർഷ സാധ്യതയുണ്ട്. പക്ഷേ ഇനി അടുത്ത ആഴ്ച ചർച്ച നടക്കുമെന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള സ്ഥിരീകരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത ഘട്ട ചർച്ചകളിൽ ഈ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രത്യാശ തന്നെയാണ് ലോകത്തിനുള്ളത്. തീർച്ചയായും അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അമേരിക്കയുടെ ആക്രമണം ഇറാനിലേക്കും ഇറാന്റെ തിരിച്ചടി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും എന്നാണ് ഏറ്റവും പുതിയ വിവരം. പക്ഷേ തിരിച്ചുള്ള ഇറാന്റെ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. IRGC അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എത്രത്തോളം അത് സത്യമാണ് എന്നുള്ളത് നമുക്കിനി വരും മണിക്കൂറുകളിൽ കാണാം.